ഭൂമി പതിവ് ഭേദഗതിയിൽ ചട്ടങ്ങൾക്ക് അംഗീകാരം നൽകിയതിലൂടെ മലയോര ജനതയോടുള്ള LDF സർക്കാരിന്റെ പ്രതിബദ്ധത വീണ്ടും തെളിയിക്കപ്പെട്ടതായി LDF ജില്ലാ കൺവീനറും CPI ജില്ലാ സെക്രട്ടറിയുമായ K. സലിംകുമാർ പറഞ്ഞു. ഇത് സർക്കാരിന്റെയും റവന്യൂ മന്ത്രിയുടെയും ഇച്ഛാശക്തിയുടെ വിജയമാണ്. ഈ സർക്കാരിന്റെ കാലത്ത് ഭൂപതിവ് ഭേദഗതി പ്രാബല്യത്തിൽ വരില്ലെന്നും നിയമഭേദഗതി തട്ടിപ്പാണെന്നും പ്രചാരണം നടത്തിയ UDF-നും കപട പരിസ്ഥിതി സംഘടനകൾക്കും കർണത്തേറ്റ അടിയാണ് ചട്ടങ്ങൾക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയതിലൂടെ ഉണ്ടായത്. സലിംകുമാർ വ്യക്തമാക്കി. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി, കേരളത്തിലെ ഗവൺമെൻറ് ആ ഭൂനിയമ ഭേദഗതി നിയമസഭയിൽ പാസ്സാക്കുകയുണ്ടായി. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ചട്ടം നിലവിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം നിലനിൽക്കുകയായിരുന്നു. ആ ചട്ടം രൂപീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരികയായിരുന്നു. ജില്ലയിലെ കൃഷിക്കാർക്ക് കൊടുത്ത, ജില്ലയിലെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഓണസമ്മാനമായി ഇന്ന് ഭൂപതിവ് ചട്ടം നിലവിൽ കൊണ്ടുവന്നുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. ഈ ഗവൺമെൻറ്റിനെയും ഇതിന് മുൻകൈയെടുത്ത വിശേഷിച്ച് മുഖ്യമന്ത്രിയെയും റവന്യൂ വകുപ്പ് മന്ത്രിയെയും അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ റോഷി അഗസ്റ്റിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയും അതുപോലെ തന്നെ CPI ഇടുക്കി ജില്ലാ കൗൺസിലിന് വേണ്ടിയും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്.